ദീപക് ധർമ്മടത്തിലേക്ക് പോകുന്നു. ദീപക്, ഇനിയിപ്പോൾ സംസ്കാരം അത് ഇന്ന് വൈകുന്നേരം എന്നൊക്കെയുള്ളത് വൈകുന്നേരം വരെ പോകുമോ എന്ന് നമുക്കറിയില്ല. കാരണം ഒരുപാട് വൈകിപ്പിക്കാൻ കഴിയില്ലാത്തൊരു അവസ്ഥയിലാണ്. പല മൃതദേഹത്തിൽ നിന്നുമൊക്കെ രക്തസ്രാവം ഉണ്ടാകുന്നുണ്ട് എന്നൊക്കെ നേരത്തെ ഹാഷ്മി പറയുന്നുണ്ടായിരുന്നു. ഏതായാലും ഒരുപാട് വൈകിപ്പിക്കാതെ തന്നെ സംസ്കാരം എത്രയും പെട്ടെന്ന് നടത്തുക എന്നതിലേക്കാണോ? അനുജ, ഞാനിപ്പോൾ ഉള്ളത് ഈ മൃതദേഹം പൊതുദർശനത്തിന് വെച്ച ഇടത്താണ്. പാങ്ങുന്ന കൊച്ചു ഗ്രാമത്തിന് താങ്ങാനാവാത്ത ഒരു ദുഃഖം ആണ് ഒരു ഇടിത്തീ പോലെ എത്തുന്നത്. ഒരു നാടിൻ്റെ പ്രിയപ്പെട്ട വിദ്യാലയം, അതും കുട്ടികളുടെ കുരുന്നുകൾക്ക് ആദ്യാക്ഷരം കുറിക്കുന്ന പ്രാഥമിക വിദ്യാലയം. ആ വിദ്യാലയത്തിലെ അധ്യാപകർ അവർ പതിവ് പോലെ അവധിക്കാലത്തെ ഉല്ലാസയാത്രയ്ക്ക് പോകുന്നു. വാൾപ്പാറയിലെ മലമടക്കുകൾക്ക് മുൻപിലെ മുകളിലെ പച്ചപ്പ് തേടിയുള്ള ആ യാത്ര, ആ വിനോദയാത്രയാണ് വലിയൊരു ദുരന്തയാത്രയായി മാറുന്നത്. 13-ാം വളവിൽ നിന്നും നേരെ 9-ാം വളവിലേക്ക് ഈ ടെമ്പോ ട്രാവലർ പതിഞ്ഞ് വീഴുന്നു. അങ്ങനെ 13 പേരുടെ ആ ഒരു സന്തോഷം തേടിയുള്ള യാത്ര, ആ ഒരു ആമോദത്തോടെ പോയ യാത്ര, അത് ദുഃഖത്തിൻ്റെ വിലാപയാത്രയായി 9 ആംബുലൻസിൽ എത്തി മൃതദേഹങ്ങൾ ഇവിടെയാണ് സൂക്ഷിച്ചത്. നമുക്കിവിടെ ദൃശ്യങ്ങളിൽ കാണാം. ഒരുപക്ഷെ നമ്മളുടെ മനസ്സുപോലും പതറിപ്പോകുന്ന കാഴ്ചയാണ് നമ്മൾ ഇന്നലെ മുതൽ കണ്ടത്. ഇന്ന് രാവിലെ മുതൽ ഈ സ്ഥലത്തും കണ്ടത്. ഇതാ സുഹറ ടീച്ചറുടെ മൃതദേഹം വെച്ച ഫ്രീസറാണ്. കുരുന്നുകളെ സ്വന്തം മക്കളെപ്പോലെ ചേർത്ത് പിടിച്ച ഒരു ടീച്ചർ, ആ ടീച്ചർ യാത്രയായി. ഇങ്ങനെ ഓരോരുത്തരുടെ മൃതദേഹം. ഇഷാമിൻ്റെ കൊച്ചുകുട്ടിയാണ് ഇഷാമിൻ്റെ മുഖത്തെ പരിക്കുകൾ കണ്ടിട്ട് ക്യാമറാമാനോട് ആ ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പോലും നമുക്ക് കാണിക്കാൻ പറ്റാത്ത, ലൈവിൽ കാണിക്കാൻ പറ്റാത്ത വിധം ആയിരുന്നു ഹിഷാമിൻ്റെ പരിക്ക്. അത് ഒന്നാമത്തെ ഈ ഫ്രീസറിൽ ആ മൃതദേഹമായിരുന്നു. ഇതുപോലെ ഇവിടെ കുറച്ച് പുഷ്പചക്രങ്ങൾ കിടക്കുന്നുണ്ട്. ഒരുപക്ഷെ വലിയ ആഘോഷത്തിൽ, വിഷുവിൻ്റെ ആഘോഷം സമയത്താണ്, ആ വേളയിലാണ് അവർ യാത്ര പോയത്. പക്ഷേ യാത്ര കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ അവരാകെ ദുഃഖത്തിൽ ആയിരുന്നു. ഇന്നലെ മുതൽ നമ്മൾ ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ നൽകുന്ന വാർഡ് മെമ്പർ ഇവിടെ ദുഃഖിതനായി ഇവിടെ ഈ നമ്മളെ ഈ മൃതദേഹം ഫ്രീസറിൽ വെച്ച ഈ ഇരിപ്പിടത്തിലാണ് ഹരിദാസനുള്ളത്. നമ്മളോടൊപ്പം അവസാനമായിട്ട് അദ്ദേഹം ചേരുകയാണ്. നമ്മളും ഇവിടെ നിന്നും ഈ ദുഃഖത്തിൽ പങ്കാളികളായി 24 ടീം മടങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ ആദ്യം വിവരമറിഞ്ഞ ആൾക്കാരിൽ ഒരാളാണ് നിങ്ങൾ. ഇപ്പം മൃതദേഹമെല്ലാം സംസ്കാരത്തിന് വേണ്ടി പോകുന്നു. മനസ്സിൽ എന്താണ്? നാളെ ആ കുട്ടികളെ കുറിച്ചിട്ടാണ്. കാരണം ഒരു സ്കൂളിലെ മുഴുവൻ അധ്യാപകരും ആ കുട്ടികൾക്കും ഞങ്ങൾക്കും നഷ്ടപ്പെട്ടാണ്. നാളെ ആ സ്കൂളിലേക്ക് വരുന്ന ആ കുട്ടികളുടെ എന്താണ് മാനസികാവസ്ഥ, അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഏറ്റവും വലിയ മാനസികാഘാതം ആ കുട്ടികൾക്കാണ്. ഒരു ട്രോമയാണ് ശരിക്കും. തീർച്ചയായിട്ടും. കാരണം ഒരു സ്കൂളിൽ അവരെ മുഴുവൻ അധ്യാപകരും അവർക്ക് നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് അതിലും വലിയൊരു സങ്കടം വേറെ ഇല്ലല്ലോ. നമ്മളെന്താ അറിയില്ല. ഇത് തന്നെയാണ് അനുജ, ഉത്തരം കിട്ടാത്ത ഒരുപാട് ചോദ്യങ്ങളാണ് ബാക്കിയാവുന്നത്. ഇനി ആ കൊച്ചുമക്കളോട് എന്തു പറയും, എങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കും എന്നതാണ്. കാരണം ഈ അവധിക്കാലം കഴിഞ്ഞവർ പുസ്തകം വാങ്ങാൻ, പുത്തൻ ഉടുപ്പ് വാങ്ങാൻ, യൂണിഫോം വാങ്ങാനൊക്കെ സ്കൂളിലേക്ക് എത്തുമ്പോൾ അവരുടെ പ്രിയപ്പെട്ട മറ്റ് അധ്യാപകരാരും തന്നെ ഇല്ലാത്തൊരു ശൂന്യതയാണ്. ഈ ശൂന്യതയിൽ നിന്നും ആ കുട്ടികളെ എങ്ങനെ കൈപിടിച്ചുയർത്തും എന്നുള്ളതാണ്. അല്പം മുൻപ് മലപ്പുറം SP നമ്മളോട് സംസാരിക്കുമ്പോഴും പറഞ്ഞത് ഈ അപകടത്തിൻ്റെ ആഘാതത്തേക്കാൾ അപ്പുറമാണ് ഇനി ഇവിടെ രക്ഷപ്പെട്ടവരുടെ മാനസികാഘാതത്തിൽ നിന്നും അവരെ കൈ ചേർത്ത് പിടിച്ചുകൊണ്ട് ഉയർത്തിക്കൊണ്ടുപോവുക എന്നുള്ളത്. അതാണ് ഒരു പക്ഷേ ഇനി മലപ്പുറത്തിൻ്റെ ദൗത്യം, കേരളത്തിൻ്റെ ദൗത്യം, നമ്മുടെ എല്ലാം ദൗത്യം. ഈ മൃതദേഹം ഫ്രീസറിൽ വെച്ച ഈ ഇടത്തു നിന്നും നമ്മൾ വിടവാങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലും ആ കുരുന്നു കുട്ടികളാണ്. ആ കുട്ടികൾക്ക് ആദ്യാക്ഷരം കുറിച്ച, നൽകിയ, അവരെ ചേർത്ത് പിടിച്ച, അവർക്ക് ഉപ്പയും ബാപ്പയും ഉമ്മയും അമ്മയും ഒക്കെയായി മാറിയ ആ അധ്യാപകരാണ് വിട ചൊല്ലിയത്. അവരോടൊപ്പം പഠിക്കുന്നവരാണ് പോയത്. അവരുടെ ശൂന്യതയിൽ നിന്നും അവരെ എങ്ങനെ കൈപിടിച്ചുയർത്താം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരുപക്ഷെ ഇപ്പോൾ ഉത്തരമില്ലാത്ത ചോദ്യവും അതുതന്നെയാണ് അനുജ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.